സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകയാൽ ഇന്നത്തെ ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും നാം ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ കേൾക്കുന്നതായ വാർത്തകൾ എത്രയോ ഭയാനകമായ വാർത്തകളാണ്. നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതായ വാർത്തകൾ, പ്രത്യേകിച്ച് കൊലപാതകങ്ങൾ ഈ അടുത്ത സമയങ്ങളിലായി വളരെയധികം വർദ്ധിച്ചു വരുന്നു. പണ്ടെങ്ങും ഇല്ലാത്തതുപോലെയുള്ള ബീഭത്സമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നാം ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. വളരെ നിഷ്കളങ്കരായ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വല്ലാതെ മരവിച്ചു പോകുന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത അത്ര ഭീകരമായ വാർത്തകൾ നാം ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നിരപരാധികൾ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. കുട്ടികളുടെ കാര്യമെടുക്കുക, അവരെ ഏറ്റവും സ്നേഹിക്കുന്ന അവരുടെ സഹോദരങ്ങൾ തന്നെ അവരുടെ കൊലയാളികളായി മാറുമ്പോൾ എന്തൊരു ഭയങ്കരമായ കാലത്ത് നാം ജീവിക്കുന്നു എന്നോർക്കണം. മനുഷ്യ മനസാക്ഷി മരവിച്ചുപോയ ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ മദ്യവും മയക്കുമരുന്നും ഈ കാലത്ത് വളരെ സുലഭമായിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് രഹസ്യമായി മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന വളരെ വലിയ ഒരു ശൃംഖല തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത് എത്രയോ ഭയാനകമായ ഒരു കാര്യമാണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ പോലും ലഹരി മരുന്നിന് അടിമകളാണ് എന്നുള്ളത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് മക്കൾ അപ്പനെയും അമ്മയെയും ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കാലത്ത് നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പനും അമ്മയ്ക്കും മക്കളെ ഭയമാണ്. ഏത് സമയത്തും അവർ ലഹരിക്ക് അടിമകളായി തീർന്ന് തങ്ങളെ അതിഭീകരമായി ഉപദ്രവിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കൊന്നുകളഞ്ഞെന്നും വരാം. അത്രമാത്രം ഭയത്തോടുകൂടെയാണ് പല ഭവനങ്ങളിലും മാതാപിതാക്കൾ കഴിയുന്നത്. അങ്ങനെ എത്ര ഭയാനകമായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഇത്ര ചെറുപ്രായത്തിലുള്ള യുവതി യുവാക്കൾക്ക് എങ്ങനെയാണ് ഈ നിലയിലൊക്കെ പെരുമാറാൻ സാധിക്കുക എന്ന് നാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊലയാളികളായി തീരുന്ന യുവതി യുവാക്കൾ, എത്ര ഭയാനകമായ ഒരു കാഴ്ചയാണിത്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ചില നാളുകൾ കഴിയുമ്പോൾ ഈ നാടിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിഭയാനകമായ നിലയിലാണ് നാം ചിന്തിക്കുന്നത്. ഈ ആധുനിക കാലത്തെ എല്ലാ സംവിധാനങ്ങളും പഴയ സമ്പ്രദായങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി കഴിഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളിൽ പോലും വ്യത്യാസമുണ്ടായി. അവരെ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ സാധ്യമല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾ ശാസനയെ വെറുക്കുന്നു. പകരം അവരിൽ വലിയ അക്രമവാസനകൾ കാണുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മേൽ സ്വാധീനമുറപ്പിക്കുന്നു. തുടർന്നങ്ങോട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരെ വിവിധ നിലകളിൽ ഉപയോഗിക്കുന്നു. മുതിർന്നവരിൽ നിന്നുള്ള സന്മാർഗ ഉപദേശങ്ങൾ അവഗണിച്ചിട്ട് അവരവർക്ക് തോന്നുന്ന നിലയിൽ ജീവിക്കുന്നു. അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അടുത്ത തലമുറയിലെ മിക്ക കുട്ടികളും ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. ഇത്രമാത്രം ഭയാനകമായ ഈ ഒരു ദുസ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടാക്കുവാൻ ഇനിയും സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെഴുതിയതാരാണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. അനുനിമിഷം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അക്രമവാസനയുള്ള കൊലവിളി നടത്തുന്ന ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ഒരു തത്വശാസ്ത്രത്തിനും സാധ്യമല്ല. അതിന് സാധിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവവചനം മാത്രമാണ്. ആ വചനം നമ്മെ ഉപദേശിക്കുകയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന്. എന്താണ് നടക്കേണ്ടുന്ന വഴി?
32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമകനായി തീർന്ന് ദൈവമകളായി തീർന്ന് കർത്താവ് കാണിച്ചു തരുന്ന അനുഗ്രഹിക്കപ്പെട്ട പാതയിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമാണ്. പാപത്തെ വെറുക്കുന്ന ദൈവം പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. സ്വർഗീയനാഥം ശ്രവിക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ എത്ര വലിയ പാപിയായിരുന്നാലും താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ദൈവത്തിൻ്റെ മകനായി മകളായി തീരുവാൻ സാധിക്കും. വരുവാനുള്ള നിത്യമായ ശിക്ഷാവിധിയിൽ രക്ഷപ്പെടുവാൻ താങ്കൾക്കിടയായി തീരും. അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഈ ശിക്ഷാവിധിയിൽ രക്ഷിക്കപ്പെട്ടവരായി നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുള്ളവരായി തീരുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാഥം, ദ ഹെവൻലി വോയിസ്.